കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാന വേദിയായ ടൗൺ ഹാളിൽ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി പതാക ഉയർത്തിയതോടെയാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമായത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കലോത്സവം മത്സരമായല്ല, കുട്ടികളുടെ ഉത്സവമായി തന്നെ കാണണമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. പക്ഷെ വളരെ ആലോചിച്ച് കൃത്യമായി ആണ് ആ പേര് നിർദ്ദേശിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു ഉത്സവമാണ്. സ്കൂൾ വിദ്യാർത്ഥി തലങ്ങളിലുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ ഉത്സവമായി ഇതിനെ കാണാൻ വേണ്ടിയുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകണം. ഇതൊരു മത്സരമായി കാണുമ്പോഴാണ് ഈ മത്സരത്തിൽ എൻ്റെ സ്കൂളിനെ, എൻ്റെ സബ് ജില്ലയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഒന്നാമതെത്തിക്കണം എന്ന് പറയുന്ന വാശി ഉണ്ടാകും. വാശി നല്ലതാണ്, ആരോഗ്യകരമായ വാശിയാണ്. അതിൻ്റെ ഭാഗമായി ഇതൊരു ഉത്സവമായി കാണാനും കുഞ്ഞുങ്ങൾക്കെല്ലാം അവരുടെ ശേഷിയെ പ്രദർശിപ്പിക്കാനും അതിന് അംഗീകാരം കിട്ടാനും കഴിയുന്ന ഒന്നാണ്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശേഷിയുള്ളവരാണ്. റവന്യൂ ജില്ലാ കലോത്സവത്തിന് താഴെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകളല്ല. അപ്പോൾ അത്തരം രീതിയിൽ നമുക്ക് ഇതിനൊരു ഉത്സവമാക്കി, കുട്ടികളുടെ ഉത്സവമാക്കി മാറ്റാം. അധ്യാപകരുടെയും അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയും മത്സരമാക്കാതെ ഇതിനെ കുഞ്ഞുങ്ങളുടെ ഉത്സവമാക്കി മാറ്റാൻ കഴിയുന്ന സ്ഥിതിയിൽ ഈ മത്സരം ഇവിടെ മാറണം എന്ന് എല്ലാവരോടും ഹൃദയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കലോത്സവ സന്ദേശം നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ D ശ്രീജ, ചാവക്കാട് DEO റഫീഖ് PV തുടങ്ങിയവർ സംസാരിച്ചു. കലാ അധ്യാപകർ നയിച്ച സ്വാഗതഗാനത്തോടെയാണ് ഉദ്ഘാടനത്തിന് തുടക്കമായത്.